ഹായ് സുഹൃത്തുക്കളെ, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ഷൈൻ ടോം ചാക്കോൻ്റെ ഒരു ചെറിയൊരു കഥ പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങളെല്ലാം വിചാരിക്കും ഇതെന്താ സെറ്റപ്പൊക്കെ മാറിയല്ലോ, ഇങ്ങനെയല്ലല്ലോ അരിയണ്ണൻ്റെ സെറ്റപ്പ് എന്നൊക്കെ എല്ലാവരും എന്താ പറയേണ്ടത് മനസ്സിൽ വിചാരിക്കുന്നുണ്ടാവും. പക്ഷേ ഒരു ചെറിയൊരു മാറ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എപ്പോഴും നമ്മൾ ഒരേ ലൊക്കേഷൻ തന്നെ കാണിക്കുമ്പോഴും എന്തെങ്കിലും നിങ്ങൾക്കൊരു ബോറടി തോന്നിയാലോ എന്ന് കരുതിയിട്ട്, അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ചെറിയ സെറ്റപ്പ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുതിയൊരു പടമുണ്ട് കമലിൻ്റെ, വിവേകാനന്ദൻ വൈറലാണ് എന്ന് പറയുന്ന ഒരു സിനിമ. ഷൈൻ ടോം ചാക്കോയാണ് നായകൻ. അതുപോലെ അതിനകത്ത് അഭിനയിച്ചിരിക്കുന്നത് ഗ്രേസ് ആൻ്റണി എന്ന് പറയുന്ന നടിയും മെറീന എന്ന് പറയുന്ന നടിയുമാണ്. അപ്പോൾ മെറീനനെ നമുക്ക് അത്ര വലിയ പരിചയമൊന്നുമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ അങ്ങനൊരു മെയിനായിട്ടുള്ളൊരു വേഷമൊന്നും ഏത് സിനിമയിലും അങ്ങനെ അഭിനയിച്ചിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നാലും ചില സിനിമകളിലൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഇൻ്റർവ്യൂവിൽ, ഈ ഷൈൻ ടോം ചാക്കോൻ്റെ ഇൻ്റർവ്യൂ ഞാൻ പ്രത്യേകിച്ച് പറയണ്ട. അദ്ദേഹം വൈറലാകാൻ വേണ്ടിയിട്ട് എന്ത് ഏർപ്പാളിത്തരവും ചെയ്യുമെന്നുള്ളതാണ്. അതായത് കൂടെയിരിക്കുന്നവരെ തേച്ചൊട്ടിച്ചായാലും ശരി, ഇല്ലെങ്കിൽ എന്താ പറയുക, സ്വന്തം മൊബൈൽ എറിഞ്ഞുടച്ചിട്ടായാലും തിയേറ്ററിൽ നിന്ന് ഇറങ്ങി ഓടിയിട്ട് ഇങ്ങനെയൊക്കെ അദ്ദേഹം വൈറലാകുമെന്നുള്ളതാണ്. അപ്പോൾ ചില സമയത്തൊക്കെ ഒരുപാട് കമൻറ്റുകൾ, ബാഡ് കമൻറ്റുകളും അദ്ദേഹത്തിന് വരാറുണ്ട്. ഇദ്ദേഹത്തിന് എന്താ വല്ല പ്രശ്നവുമുണ്ടോ, ഇദ്ദേഹം ഇനി വല്ലതും കഴിച്ചിട്ടാണോ വന്നത് എന്നൊക്കെ നമുക്ക് തോന്നുന്ന തരത്തിലാണ് ഇദ്ദേഹത്തിൻ്റെ ആ ഒരു പെരുമാറ്റങ്ങളൊക്കെ. അങ്ങനെ ഇപ്പോഴും ഒരു ഇൻ്റർവ്യൂവിൽ, അതായത് ഈ ഒരു സിനിമയുടെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് ഹൈദരാലിൻ്റെ ചാനലിൽ ഇദ്ദേഹം വന്ന് കാട്ടിക്കൂട്ടിയ ഒരു വലിയൊരു മണ്ടത്തരമാണ്. മണ്ടത്തരം എന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ. കാരണം രണ്ട് സ്ത്രീകളാണ് അപ്പുറത്തും ഇപ്പുറത്തും ഇരിക്കുന്നത്. അവരുടെ ഒരു കാര്യം പറഞ്ഞപ്പോൾ അവരെ പറയാൻ സമ്മതിക്കാതെ, അതായത് എന്തോ ഒരു ബാഡ് എക്സ്പീരിയൻസ് ആണ് പറയുന്നത്. കഴിഞ്ഞ ഒരു സെറ്റിലുണ്ടായ ഒരു ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു എന്ന് മറീന പറഞ്ഞപ്പോഴേ അത് കേൾക്കാൻ അവരുടെ പേര് പറയണം, പേര് പറഞ്ഞാലേ ഞാൻ വിശ്വസിക്കുള്ളൂ, അല്ലെങ്കിൽ ഞാൻ വിശ്വസിക്കുക, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇദ്ദേഹം അങ്ങ് എന്താ പറയേണ്ട ഒരു പ്രത്യേക രീതിയിൽ ആ പെണ്ണ് ശരിക്കും പറഞ്ഞ പേടിച്ച് ബറച്ചു പോയാടുന്നത്. ഒരുപാട് വിഷമമായ ആ പെണ്ണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊരു വലിയ പ്രതീക്ഷയുള്ളൊരു സിനിമയാണ് ഈ വിവേകാനന്ദൻ വൈറലാണ് എന്നുള്ളൊരു സിനിമ. ഇത് വിജയിച്ചു കഴിഞ്ഞാൽ ഒരുപാട് നല്ല വേഷങ്ങൾ കിട്ടും, വീട്ടിൽ ഒരുപാട് കഷ്ടപ്പാടുള്ളതാണ്. ഒരുപാട് പേര്, ഈ കുട്ടി പറയുന്നുണ്ട്, എൻ്റെ അപ്പൻ മരിച്ചിട്ട് വരെ ഞാൻ കരഞ്ഞിട്ടില്ല, പക്ഷേ ഈ ഒരു കാര്യത്തിൽ എനിക്ക് കരയേണ്ടി വന്നു എന്നൊക്കെ പറഞ്ഞ്, ഏതായാലും ഈ കുട്ടി അവിടുന്ന് ഇറങ്ങിപ്പോകേണ്ടി വന്നു എന്നുള്ളതാണ്. ആ ഒരു ഇൻ്റർവ്യൂന്ന് ഇറങ്ങിപ്പോയി. അവസാനം ഇവരൊക്കെ ചേർന്ന് സമാധാനിപ്പിച്ച് തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും ഒരു എന്താ പറയേണ്ടത്, ഒരു നല്ല ഇതിലല്ല ഇൻ്റർവ്യൂ പോയത്. വളരെയധികം വിഷമമായിപ്പോയി ഇത് കണ്ടപ്പോൾ. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു ക്ലിപ്പിങ്സ് നിങ്ങളൊന്ന് കണ്ടിട്ടു, എന്നിട്ട് നമുക്ക് അതിനെ പറ്റിയിട്ട് സംസാരിക്കാം. വ്യക്തിനല്ലേ പറയേണ്ടത്, അവളുടെ ചോയ്സ് അല്ലേ പറയണം. അപ്പൊ പിന്നെ കുറ്റം പറയാൻ പാടില്ല. മെയിലുകൊണ്ട് ആ വ്യക്തിയോട് പേര് പറയണം. അത് അവളുടെ ചോയ്സ് അല്ലേ പറയണോ, പറയാൻ പാടില്ല. ആ വ്യക്തികളെ കുറിച്ച് പറഞ്ഞോ, മെയിൽ പറഞ്ഞു, ഞാൻ വിട്ടില്ലേ, ശ്രീ എന്ന് പറഞ്ഞു പാടില്ലേ. ഷൈനും മെയിലാണ്, അതുകൊണ്ടാണ് ഞാൻ എപ്പോഴേലും സ്ത്രീകൾ കൊണ്ട് പറഞ്ഞിട്ടുണ്ടോ, കുറ്റം പറഞ്ഞിട്ടുണ്ടോ? അതായത് ഷൈൻ എന്താണ് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനും ഒരു ആണാണ്, അപ്പോൾ ആരാണ് നിങ്ങളെ ഇങ്ങനെ ചെയ്തത്, അതിൻ്റെ പേര് പറയണമെന്നാണ് പറയുന്നത്. അതായത് വേറെ ഒന്നുമല്ല, കഴിഞ്ഞ ഏതോ ഒരു പടത്തിൻ്റെ ഒരു ലൊക്കേഷനിൽ ഇവർക്ക് ഒരു റൂം മാത്രമാണ് കൊടുത്തത്. പ്രോപ്പറായിട്ടുള്ളൊരു ബാത്റൂമോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്ത്രീകൾക്കുണ്ടാകുന്ന ചില മാറ്റങ്ങൾ നമുക്കെല്ലാവർക്കും അറിയാലോ. അതായത് നമ്മളെ ഈ ജെൻസിനെ പോലെയല്ല, സ്ത്രീകൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളെല്ലാം ഉണ്ട്. അവർക്ക് ഓരോ മാസത്തിൽ ഇത് വരുന്ന പീരീഡ്സ് വരുന്ന ഇതൊക്കെയുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് ഇവർക്കൊരു പ്രോപ്പറായിട്ടുള്ള ബാത്റൂം ഇല്ല. അങ്ങനെ വളരെ ബുദ്ധിമുട്ടിയിട്ട് ഇങ്ങനെ കഴിയലാണ്. അപ്പോഴാണ് ആ മെയിൻ നടന്മാർക്കൊക്കെ നല്ല കാരവാനും കാര്യങ്ങളും സെറ്റപ്പ് ഒക്കെ ഉണ്ട്. അവരോട് പോയിട്ട് പരാതി പറഞ്ഞു. അവരോട് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, അയ്യോ ഇത് യൂസ് ചെയ്തോളൂ എന്ന് പറഞ്ഞു. പക്ഷെ അങ്ങനെ യൂസ് ചെയ്യുമ്പോൾ അവർക്ക് എന്തോ അതൊരു ശരിയല്ലാത്ത ഒരു ഏർപ്പാടല്ലേ അത്. കാരണം എന്താണെന്ന് വെച്ചാൽ, അത് മെയിൻ നടന്മാരാണ്, ഇവരൊക്കെ ചെറിയ നടികളാണ്. അപ്പോൾ അതൊരു വലിയ ബുദ്ധിമുട്ടായിട്ട് ഇവർക്ക് തോന്നി. അതിങ്ങനെ പറയുകയാണ്. അത് കഴിഞ്ഞ് അവർക്ക് ഒരു ദിവസം ഒരു പനി പിടിച്ചപ്പോൾ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യേണ്ടി വന്നു. അഡ്മിറ്റ് ചെയ്യുന്ന അവിടുന്ന് നിർബന്ധിച്ച് ഡിസ്ചാർജ് ആക്കി കൊണ്ടുവന്നിട്ട് അഭിനയിപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ കൂലി ചോദിച്ചപ്പോഴേ ഈ നിർമ്മാതാവിൻ്റെയും സംവിധായകൻ്റെയും സ്വഭാവം മാറി. അവർ പറഞ്ഞു, നീ ആര് കൂലി ചോദിക്കാൻ? കാരണം എന്താണെന്ന് വെച്ചാൽ, നീയൊക്കെ ഇപ്പോൾ വന്ന നടിയാണ്, നീയൊന്നും കൂലി ചോദിക്കാനായില്ല. അങ്ങനെ ഇവർ അസോസിയേഷനിൽ വിളിച്ചു പറയുകയാണ്, ഈ മെറീന എന്ന് പറയുന്ന നടി ഞങ്ങളുമായിട്ട് സഹകരിക്കുന്നില്ല, കൂലി ചോദിച്ചു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട്. അപ്പോൾ നേരെ മറിച്ച് ഈ ഷൈൻ ടോം ആണെങ്കിലോ അല്ലെങ്കിൽ മറ്റുള്ളവരാണെങ്കിലും ഇവരങ്ങനെ പറയുമോ? ഒരാണിൻ്റെ അടുത്ത് ഇവരങ്ങനെ പറയുമോ? ഒരിക്കലും പറയില്ല. മടി കുത്തിനെ പിടിച്ച് വാങ്ങിക്കത്തില്ലേ കൂലി?
അതായത് നമ്മൾ ജോലി ചെയ്യുന്നതേ പൈസക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ അവർ എങ്ങനെയാലും വാങ്ങിക്കും എന്നുള്ളതാണ്. അപ്പോൾ സ്ത്രീകളായതുകൊണ്ട് എന്തും പറയാം. പിന്നെ ഇനിയിപ്പോൾ ഇവരുടെ പേരൊക്കെ പറഞ്ഞ് പ്രതികരിച്ച് കഴിഞ്ഞാൽ വീട്ടിലിരിക്കേണ്ടി വരും, അല്ലാതെ വേറെ ഒന്നുമില്ല. ഒരു സിനിമയിൽ പോലും പിന്നെ ചാൻസ് കിട്ടൂല. ചോദ്യം ചെയ്തിട്ടുണ്ടെങ്കിൽ വീട്ടിലിരിക്കേണ്ടി വരും. അത് പിന്നെ എത്ര വലിയ സംഘടന ഉണ്ടെങ്കിലും അതാണ് സ്ഥിതി അവിടുന്ന്. നമുക്കറിയാലോ എത്ര നടിമാർ ഇപ്പോൾ വീട്ടിലിരിക്കുന്നുണ്ട്. അഡ്ജസ്റ്റ്മെൻറ്റിന് വരുമോ ചോദിക്കും, അഡ്ജസ്റ്റ്മെൻറ്റ് ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പിന്നെ ആ സിനിമയിൽ വിളിക്കൂല. പിന്നെ ഏതെങ്കിലും ഒരു സിനിമയിൽ വിളിക്കുമ്പോൾ തന്നെ പറയും അവർ വേണ്ടപ്പോൾ അവർ ശരിയാവൂല. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഈ പിന്നെ നടിമാറ വീട്ടിലിരുത്തുന്ന ഒരു പ്രവണതയുണ്ട്. അതുകൊണ്ടാണ് പല ആൾക്കാരും പല ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായാലും തുറന്നു പറയാത്തത്. അതാണ് ഈ കുട്ടി പറഞ്ഞത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ആണുങ്ങൾ പറയുന്നത് പോലെ ഞങ്ങൾക്ക് പറയാൻ കഴിയില്ല. അപ്പോഴാണ് പറയുന്നത് ഞങ്ങൾ എല്ലാവരും ഒരുപോലെയാണ്, ആൺ പെൺ വ്യത്യാസമില്ല. ഉണ്ട്, വ്യത്യാസമുണ്ട്. അതെന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ആണിന് എവിടെ വേണമെങ്കിലും ഇരുന്ന് തുണിമാറാം, നേരെ മറിച്ച് പെണ്ണിന് അങ്ങനെ കഴിയോ? ശരിക്കും പെണ്ണുങ്ങൾക്കല്ലേ ശരിക്കും നല്ല ടോയ്ലറ്റും കാര്യങ്ങളിലുള്ള ഒരു സെറ്റപ്പ് കൊടുക്കേണ്ടത്? പലപ്പോഴും സിനിമാ സെറ്റിൽ സംഭവിക്കുന്നത് ഇത് തന്നെയാണ്. സ്ത്രീകളായ പ്രത്യേകിച്ച് എന്ന് പറഞ്ഞാൽ ജൂനിയർ ആർട്ടിസ്റ്റ് ആണെങ്കിൽ അവർ ഭയങ്കര കഷ്ടപ്പാടിലാണ്. അവരെ അവിടെ വരുന്ന സ്ത്രീകളായിട്ട് പോലും പരിഗണിക്കുന്നില്ല. ഇവർ അത്രത്തോളം മോശപരമായിട്ടാണ് പെരുമാറുന്നത്. മര്യാദയ്ക്ക് ഭക്ഷണം വരെ കൊടുക്കാത്ത സെറ്റുകളുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ വളരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയിട്ട് പാരകളും സഹിച്ചിട്ടാണ് ഈ മലയാള സിനിമയിൽ നിൽക്കുന്നത്. അപ്പോഴാണ് ഈ ഷൈനിനെ പോലെയുള്ള ചില ടീമുകളുടെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളും ആലോചിച്ച് നോക്കണം. അദ്ദേഹം ഇങ്ങനെ ആ പൊട്ടിത്തെറിക്കുമ്പോൾ ആ പെൺകുട്ടി ശരിക്കും കരഞ്ഞു പോയി നടന്ന്. അത് പിന്നീട് ഒരു ലൈവിലൊന്ന് പറയുന്നുണ്ട്, എൻ്റെ അപ്പം മരിച്ചപ്പോൾ വരെ ഞാൻ കരഞ്ഞിട്ടില്ല, ഒരുപാട് പ്രാരാബ്ദമുള്ള വീട്ടിൽ നിന്ന് വരുന്നയാന്ന്. വളരെ കഷ്ടം തോന്നി അത് കേട്ടപ്പോൾ. കാരണം നമ്മളൊക്കെ ഈ പിന്നെ വെള്ളിത്തിരയിൽ വെള്ളിവെളിച്ചത്തിൽ കാണുന്നതല്ല ഓരോരാളുടെ ജീവിതം. അവിടെ ആ ജീവിതത്തിനെല്ലാം ഒരുപാട് ഇതുണ്ട്. അത് മനസ്സിലാക്കാതെ ഷൈനിങ്ങനെ പെരുമാറുമ്പോഴേ അതൊരു ഭയങ്കര ബോറായിട്ടാണ് തോന്നുന്നത്. ഇതിനു മുന്നേ ഷൈൻ പെരുമാറിയത് ജോളി ചിറയത്ത് എന്ന് പറയുന്ന ഒരു നടിയോടാണ്. കാരണം അവരോട് വളരെ മോശമായിട്ട് പെരുമാറിയിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ അവരെ അമ്മയുടെ പ്രായമുണ്ട്, ഷൈൻ്റെ അമ്മയുടെ പ്രായമുണ്ട് അവർക്ക്. എന്നിട്ടും അവരോട് സംസാരിക്കുന്ന രീതികളൊക്കെ ഉണ്ടായിരുന്നു. ഇല്ല കേട്ടോ, ഞാൻ ആ ഏരിയയിൽ പോയിട്ടില്ല. പിന്നെ ഞാൻ അന്വേഷിക്കാത്ത ഒരു കാര്യത്തെ കുറിച്ച് വെറുതെ വർത്താനം പറയണ്ടല്ലോ. സ്വാഭാവികമായിട്ട് ഒരു സംഘടന ഉണ്ടാവുമ്പോൾ സംഘടനയ്ക്ക് അകത്തെ ആളുകളുടെ പ്രശ്നങ്ങൾ തന്നെയല്ലേ അതിൽ ഉന്നയിക്കാൻ പറ്റുള്ളൂ. അങ്ങനെയൊന്നുമില്ല. അമ്മയില് സാധാരണ സംഘടനക്കാര് സ്ഥിരമായി മീറ്റിങ്ങിന് വരുന്നവരുമുണ്ട്, കുറെ കാണാറില്ലേ? അവര് ഏതെങ്കിലും പടത്തിൽ കാണുന്നു. ഇതല്ല കേട്ടോ, ഇന്ത്യയും കുറേ ഉണ്ട്. കാരണം എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ ഇനി ആരെങ്കിലും പരാതി കൊടുത്തിട്ട് ഇനി ഷൈൻ തന്നെ പറഞ്ഞിട്ടാണെന്നൊന്നും അറിയില്ല. ഏതായാലും അതായിരുന്നു റിമൂവ് ചെയ്തിട്ടുണ്ട്. കാരണം അത് കാണുന്നില്ല ഇപ്പോഴും യൂട്യൂബിൽ. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ സ്ത്രീകൾ സഹിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് ഈ ഷൈനെ പോലെയുള്ള ഇങ്ങനെ ഉള്ള വളരെ മോശമായ രീതിയിൽ ഇനിയെങ്കിലും നിർത്താനായില്ലേ ഭായി? എത്ര നാളായി താങ്കൾ ഇങ്ങനെ വൈറലാകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്? ഇഷ്ടംപോലെ വൈറലായി, ഇഷ്ടംപോലെ സിനിമയായി, ഇഷ്ടംപോലെ പൈസയായി. പിന്നെ എന്തിനാണ് ഇങ്ങനെ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് ജീവിക്കുന്നത്? അതാണ് എനിക്ക് മനസ്സിലാകാത്തത്. എന്നിട്ട് ന്യായങ്ങൾ പറയുമ്പോഴേ ഞാൻ ഭയങ്കര പുണ്യാളനാണ്, ഞാൻ ഭയങ്കര ഡീസൻ്റാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്തിനാ ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങൾ? അതിൻ്റെ അകത്ത് വന്ന കമൻറ്റുകൾ ഇതാണ്. കമൻറ്റുകൾ എന്ന് പറഞ്ഞാൽ ഷൈനിന് അനുകൂലമായിട്ടുമുണ്ട്, അത് പിന്നെ ഒരുപാട് പേര് ഷൈനെ കുറ്റം പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ എന്തൊക്കെ ആയിക്കഴിഞ്ഞാലും വിവേകാനന്ദൻ ഇപ്പോൾ വൈറൽ തന്നെയാണ്. വൈറലാകാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞല്ലോ, ആ സിനിമേൻ്റെ പേര് പോലെ തന്നെ അദ്ദേഹം നല്ല രീതിയിൽ ഇപ്പോൾ വൈറലായിരിക്കുകയാണ്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.